ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത വി ഷേപ്പ് ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഇതൊരു പീസ് എടുത്ത് പിന്നെ ഇതിൻ്റെ നെക്കടിക്കുക. ക്രോസ് പീസ് വെച്ചാണ് അടിക്കുന്നത്. വേറെ തുണിയാണ്. പിന്നെ ക്രോസ് പീസ് വെട്ടാൻ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അത് നല്ല വശം വെച്ചുകൊണ്ട് അടിക്കുക. അങ്ങനെ ഒരു പീസ് അടിച്ചു. നമുക്ക് ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് ഈ സ്റ്റിച്ചിമ്മ കൊള്ളാതെ ചെറിയ കട്ട് ഇട്ടാൽ മതി. ഇങ്ങനെ നമ്മൾ മടക്കുമ്പോൾ ഇനി നമുക്ക് തിരിച്ച് ഇങ്ങനെ ഇവിടെ ഒരു മടക്കുക, എന്നിട്ട് ഇങ്ങനെ മടക്കുക. അതിൽ ക്രോസ് പീസിൻ്റെ കര കാണുന്നുള്ളൊരു കുറച്ച് ഇങ്ങനെ ആക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ കര കാണിച്ചില്ല, വേറെ തുണിയായതുകൊണ്ട്. അതിന് മുന്നേ നമുക്കൊന്ന് പതിച്ചടിക്കട്ടോ. പതിച്ചെടുക്കാനല്ല ഈ ക്രോസ് പീസിൻ്റെ അരിവ് കൂടെ പതിച്ചെടുക്കുക. ഇനി നമുക്ക് ബാക്ക് വശത്തേക്ക് ഇട്ടുകൊണ്ട് ഒരു മടക്കുക, എന്നിട്ട് ഒരു മടക്കൂടി മടക്കുക. നമുക്ക് ഇതിലൂടെ അടിച്ചു കൊടുക്കും. ഓപ്പണായ ഭാഗത്ത് കൂടെ അടിച്ചു കൊടുക്കട്ടോ. അങ്ങനെ ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്തു കേട്ടോ. ഫ്രണ്ട് വശവും ബാക്ക് വശവും സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഷോൾഡർ മൂട്ടണം കേട്ടോ. അപ്പോൾ ഇത് നല്ല വശവും ഒരുമിച്ച് വെക്കുക. നല്ല വശം ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഷോൾഡർ കൂട്ടിയെടുക്കുക. അതുപോലെ തന്നെ ഈ വശത്തെ ഷോൾഡർ കൂട്ടിയെടുക്കുക. ഇപ്പോൾ ഇങ്ങനായി. ഇനി നമുക്ക് ഇവിടെ നേറി വെക്കാൻ കേട്ടോ. ഇനി ആദ്യം നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഒരു വശം എടുക്കുക. ഇത് നല്ല വശമാണ്. എന്നിട്ട് നമുക്ക് താഴേക്ക് കട്ട് ചെയ്ത ഈ പീസ് എടുക്കുക. അതിപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുണ്ട് ഈ മോഡല്. അപ്പോൾ അത് നമുക്ക് നേറി വെച്ചടിക്കുക. അതിന് നമ്മൾ ആദ്യം ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഈ നടുഭാഗത്ത് നിന്ന് തുടങ്ങാം. എന്നാലേ നമുക്ക് നടുന്ന് ഷേപ്പ് പോകൂല. അല്ലെങ്കിൽ നടുഭാഗത്തൊരു കെട്ടിട്ട് കൊടുക്കുക. ഞാൻ നടുഭാഗത്ത് നിന്ന് അടിക്കുകയാണ്, മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. തുടക്കക്കാർക്കൊക്കെ ഇത് ഈ തൽക്കാലം തുടങ്ങിയാൽ നമ്മൾ ഷേപ്പിൻ്റെ ഭാഗം എത്തുമ്പോൾ മാറി കടന്നു പോകും. അപ്പോൾ രണ്ട് ഷേപ്പ് ഒരേ ഭാഗമാക്കിക്കാണ്ട് ചെറിയ നെറിയിട്ടിട്ടാൽ മതി. എൻ്റെ തുണി അതിനുള്ള വലിപ്പമുള്ളൂ. അപ്പോൾ ഞാൻ ചെറിയ നെറിയിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ നടുഭാഗത്തുനിന്ന് ഇവിടെ വരെ അടിച്ചു. ഇനി നമുക്ക് നടുഭാഗത്തുനിന്ന് തന്നെ മറ്റേ വശം അടിക്കട്ടോ. അപ്പോൾ നമ്മൾ നേറി അവിടേക്ക് ഇട്ട അതേ രൂപത്തിൽ തന്നെ നേറി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വശം അടിച്ചു കഴിഞ്ഞിട്ടോ. ഈ വശം കൂടി നമ്മൾ അടിക്കുക. അങ്ങനെ നമ്മൾ രണ്ട് വശം അടിച്ചു കേട്ടോ.
നമ്മളിത് കഴുത്തിന് ഞാൻ നോട്ടുക്കിൽ ഇത് വരച്ചപ്പോൾ 2 ബാക്ക് വശം മുൻവശം ഉണ്ടെങ്കിലും ഞാനിത് രണ്ടും ഒരുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് മുന്നൊക്കെ വരുമ്പോൾ തന്നെയാണ്. ഇനി ഇത് നമുക്ക് തല കൊള്ളൂല ചെയ്ത് കുട്ടികൾക്ക് ഇവിടെ കട്ട് ചെയ്തിക്കാണ്ട് ഒരു സിബോ അല്ലെങ്കിൽ കുളത്തോ എന്തെങ്കിലും വെച്ചിട്ടാൽ മതി. ഇനി നമുക്കിവിടെ ഞാൻ കൈ വെക്കുകയാണ്. കൈ നല്ല വെട്ടി വെച്ചിനല്ലോ ആ കൈ കേട്ടോ. കയ്യും അതുപോലെ തന്നെ നമുക്ക് ഒപ്പം പിടിച്ചിട്ട് ഇവിടെ ഒരു കട്ട് ചെയ്ത് വെക്കണം ഒരു അടയാളത്തിന്. എന്നിട്ട് ആ കട്ട് ചെയ്ത അവിടുന്ന് നമ്മൾ ഈ ഷോൾഡർ മൂട്ടിയ അതിൻ്റെ ഒപ്പം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിക്കുക. ഷോൾഡർ മൂട്ടി അവിടുന്ന് അടിച്ചാൽ മതി. എന്നാലും നമുക്ക് കയ്യിൻ്റെ പിന്നെ ഷേപ്പൊക്കെ അതേമാതിരി വരുള്ളൂ കേട്ടോ. ഈ അറ്റത്തുനിന്ന് അടിച്ചു തുടങ്ങിയാൽ നമുക്ക് ചിലപ്പോൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ഈ നടുവിലെത്തുമ്പോൾ ഷോൾഡറിൻ്റെ അവിടെ 2 ജോയിൻ്റ് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ പിന്നെ നടുക്ക വെച്ച് കാണും ഈ ഷോൾഡർ മൂട്ടി അവിടുന്ന് അടിക്കാൻ തുടങ്ങിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ ആ നടുവിൽ തന്നെ തിരിച്ചിട്ട് കാണിച്ച് അങ്ങനെ അടിക്കാമല്ല ശരി. ഇങ്ങനെ അടിക്കുക. നമ്മൾ ഷോൾഡർ മുട്ടി അവിടെ തന്നെ തുടങ്ങട്ടോ. അങ്ങനെ നമ്മൾ ഒരു കയ്യിൻ്റെ അടിച്ചിട്ടോ, ഒരു കൈ ഷോൾഡർ മൂട്ടിട്ടോ. ഇനി അതുപോലെ തന്നെ മറ്റേ കയ്യും അടിക്കട്ടോ. ഇനി ഇത് അടിക്കട്ടോ. അങ്ങനെ നമ്മൾ 2 കയ്യും അടിച്ചു. ഇനി ഇത് കയ്യിൻ്റെ താഴെ ഭാഗം നമുക്ക് മടക്കി അടിക്കട്ടോ. അങ്ങനെ മറ്റേ കയ്യിൻ്റെ ഇത് മടക്കട്ടോ. അങ്ങനെ നമ്മൾ 2 കയ്യും അടിച്ചിട്ടോ. ഇനി നമ്മൾ കയ്യിൻ്റെ അവിടെ നിന്ന് മൂട്ടി കൊടുക്കുക. ഇനി എന്ത് വേണം, നമ്മൾ ഒരു തല മടക്കി അടിച്ചിട്ടോ. ഈ തലക്കുന്ന ഈ തലയെ അടിച്ചിട്ടോ, മടക്കി അടിച്ചോ. അപ്പോൾ അങ്ങനെ നമ്മൾ അടിയൊക്കെ മടക്കി അടിച്ചു. ഇനി നമുക്ക് മറ്റേ സൈഡിലെ കയ്യും കൂടി മൂട്ടിയ സ്റ്റിച്ചിങ് കയ്യും അങ്ങനെ നമ്മളെ വി ഷേപ്പ് ഉടുപ്പിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു. സിമ്പിളാണ്, സിമ്പിളായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് അടിച്ച് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ ചുരിദാറുണ്ടല്ലോ, അതൊക്കെ അടിക്കാൻ പറ്റും. വലിയവർക്കുള്ള ഈ വി ഷേപ്പ് മനസ്സിലായാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ വരാം.